നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന ആദർശിന്റെ അരിയിലേക്ക് വന്നു. അപ്പൊ ആദർശ് ഹാളിൽ ഇങ്ങനെ ഉറങ്ങാതിരിക്കുക. ആദർശിനോട് ചോദിച്ചു, ആദർശേട്ടാ ഉറങ്ങണില്ലേ? എങ്ങനെ ഉറങ്ങാനാ നയനെ? എനിക്ക് ഉറക്കം വരുന്നില്ല. ഇവിടുത്തെ കാര്യം ഓർത്തിട്ട്. അതെ, അത് ശരിയാ. ശരിക്കും പറഞ്ഞാല് നാളെ അനി ജയിലിലും കൂടെ പോയി കഴിഞ്ഞാൽ ഈ വീടൊരു മരണ വീടാവും. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, മുത്തശ്ശനും മുത്തശ്ശി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർ തീർത്ഥാടനത്തിന് പോയിട്ട് നാളെ ഇങ്ങോട്ട് വരണ സമയത്ത് കൊച്ചുമോൻ ജയിലിലാന്ന് അറിഞ്ഞുമ്പോ അവർക്ക് സഹിക്കാൻ പറ്റുമോ? അവര് കുടുംബത്തിന് നന്മയെ കരുതിയിട്ടല്ലേ പോയിരിക്കണേ. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷമൊക്കെ നിറയാൻ വേണ്ടി പോയതാ. പക്ഷെ വന്നു കഴിയുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ട് എന്റെ നെഞ്ചു പിടയുക. അപ്പോഴേക്കും ദേവേനി അങ്ങോട്ട് ഇറങ്ങി വന്നു. ദേവേനി ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ രണ്ടുപേരും കിടന്നില്ലേ? ഉറക്കം വന്നില്ല. അല്ല അമ്മ എന്താ ഉറങ്ങാത്തെ? എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? എനിക്ക് ചിന്തിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാ അവരുടെ വീട്ടിലേക്ക് പോയത്. ആ അനാമികയുടെ വീട്ടിലേക്ക് പോയി അവരുടെ കാലെ കയ്യെ വീണു. എങ്ങനെയെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും അനിയെ പുറത്തു കൊണ്ടുവരാലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും മോളെ? ശരിക്കും നന്ദുവിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു. നന്ദുവിന് ഒരു പ്രതീക്ഷയില്ലെന്നാ പറഞ്ഞേ. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സമാധാനമില്ല. സാരമില്ലമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ആദർശ് പറഞ്ഞു, അമ്മേ അമ്മ വിഷമിക്കണ്ട. അമ്മ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എങ്ങനെ ഉറങ്ങാനാന്ന് പറയടാ. എങ്ങനെ ഉറങ്ങും? അങ്ങനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്ന രണ്ടുപേരാ കാണത്തുള്ളൂ. ഒന്ന് ജലജ, പിന്നെ ഒന്ന് അഭിയായിരിക്കും. അവരെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അമ്മേ, അമ്മ കൊടുത്ത ഓഫർ ഇച്ചിരി വലിയ ഓഫർ തന്നെയാ. അതിനകത്ത് ഉറപ്പായിട്ടും അവര് വീഴാൻ ചാൻസ് ഉണ്ട്. അവർക്ക് പണമാണല്ലോ വേണ്ടത്. അതിനുകൊണ്ട് കോംപ്രമൈസിന് തയ്യാറാകും. ഹനി ജയിലിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ. അങ്ങനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച ദേവേനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ദേവേനി പോയി കഴിഞ്ഞപ്പം നായന് പറഞ്ഞു, ആദർശേട്ടാ നാളത്തെ കാര്യം അവർ കോംപ്രമൈസിന് തയ്യാറാകുമോ? നീ എന്തിനാ പേടിക്കുന്നേ? ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ കാണിച്ചു കൊടുക്കും. നാളെ അനി പുറത്തിറങ്ങിയില്ലെങ്കിൽ ഞാനും കൂടെ ജയിലിലേക്ക് പോകും. ആദർശേട്ടൻ എന്തൊക്കെയാ പറയണേ? അതെ നയനെ, എന്തിനാന്നറിയാവോ? ആ അനാമികയുടെ കർണം അടിച്ചു പൊട്ടിക്കും. പിന്നെ ആ വേണു എന്ന് പറയുന്നവനുണ്ടല്ലോ, അയാളുടെ ഭാര്യയിൽ താർക്കും ഞാൻ. എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. അല്ല, അനി അനാമികയുടെ കർണത്തടിച്ചതിന്റെ പേരിലല്ലേ ഇപ്പൊ അനി ജയിലിൽ കിടക്കുന്നേ. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ തൂത്തുവാരും നാളെ പോയി കണ്ടു. അതാ സംഭവിക്കാൻ പോന്നെ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. എനിക്ക് മനസ്സിലായി ആദർശിന്റെ രോഷം എന്താന്ന്. അത്രമാത്രം സഹിച്ചിട്ടുണ്ട്. അവർക്ക് പണം മാത്രമാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂടുന്ന കോപ്രായങ്ങളാ. പക്ഷെ ഈ കുടുംബത്തിന്റെ മാനാഭിമാനങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഓർത്തപ്പോ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ആ സമയം നന്ദു അനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവസാനം അവനെ റെയിൽപാളത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നേ അവനെ പിടിച്ചു മാറ്റിയത്. അവനെന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ താനും ഇപ്പൊ ജീവനോടെ ഉണ്ടായിരിക്കില്ല. തന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് താൻ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് അനിയയ. അത് അന്നും അതെ, ഇന്നും അതെ, ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ ഓർത്ത് നന്ദു ഇങ്ങനെ വിഷമിക്കുക. നന്ദുവിന്റെ മനസ്സിൽ അനിയുടെ രൂപം തെളിഞ്ഞു. ലോക്കപ്പിൽ കിടക്കുന്ന അവൻ പാവം, എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. കുറച്ചു കഴിഞ്ഞപ്പോ നന്ദുഗോവൽ വക്കീല് അനാമികയുടെ വീട്ടിലേക്ക് വരിക. അങ്ങനെ വീട്ടിൽ വന്ന് സംസാരിച്ചു. ദേവേനി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, അനന്തപുരിക്കായ ഇപ്പൊ ഞങ്ങൾക്ക് പൊൺമുട്ടിയിടുന്ന താറാവ. ആ സമയം അനാമി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷേങ്കില്. അപ്പോഴേക്കും വക്കീല് പറഞ്ഞു, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം കേസും കൂട്ടമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര തുകയൊന്നും കിട്ടാൻ വഴിയില്ല. അവര് ചിലപ്പം ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവര് വിചാരിക്കും കേസല്ലേ, അങ്ങോട്ട് മുന്നോട്ട് പോട്ടേന്ന്. വർഷങ്ങളോളം അതിന്റെ പിന്നാലെയൊക്കെ നടക്കേണ്ടി വരും. ഇതിപ്പോ നിങ്ങൾക്ക് വലിയൊരു ഓഫർ തന്നെയാ വന്നിരിക്കണേ. അതുകൊണ്ട് ആ രീതി തന്നെ മുന്നോട്ട് പോകുന്ന ഞാൻ നോക്കിയിട്ട് നല്ലത്. അനാമിക പറഞ്ഞു, എന്നാലും അവന് കുറച്ച് നാളും കൂടെ അകത്ത് കിടക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ പെട്ടെന്ന് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സങ്കടമുള്ള കാര്യമാണ്. അനാമിക ഒരു കാര്യം വിചാരിക്കണം. അവനാ അകത്ത് കിടന്നുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിനക്ക് പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല. അറിയാലോ, അനന്തപുരിക്കാര് കേസ് നടത്താൻ പ്രാപ്തിയുള്ളവരാ. ചിലപ്പോ അവരോർക്കും കേസ് ഇങ്ങനെ പോട്ടേന്ന് വെച്ചാൽ കേസ് ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോകും. പിന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ മുഴുവൻ പോവും. അവർക്കൊന്നും പോവാനില്ല. ചിലപ്പോ അങ്ങനെ വന്നാല് ഇമാതിരി പൈസയൊന്നും കിട്ടിയെന്നും വരത്തില്ല. കോടതി ചിലപ്പോ വിധി ഈ 10 കോടിയൊന്നും കിട്ടത്തില്ല. അതിനുള്ള ചാൻസും കുറവാ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതാ നല്ലത്. ഇന്നത്തെ കാലത്ത് ഒരു 1 ലക്ഷം രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോഴാണ് 10 കോടി അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. ഉള്ളത് വാങ്ങിച്ചിരിക്കുക, അതായിരിക്കും നല്ല കാര്യം.
വേണു പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. അവരെ വെച്ച് ജീവിക്കാൻ തന്നെയാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, അനന്തപുരിക്കാരെ വെച്ച്. അതെ, ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമായിട്ടാ തോന്നുന്നേ. ബുദ്ധിപരമായി പ്രവർത്തിച്ചാൽ ഇവിടെ കുഴപ്പമില്ല, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലാതെ കേസും കൂട്ടമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പിടിച്ചുനിൽപ്പ് ഉണ്ടാകത്തില്ല. അവരുടെ ഭാഗം അറിയാലോ, അവർക്ക് നല്ല നല്ല വക്കീലുകാരും വരും വാദിക്കാനായിട്ട്. പിന്നെ അവരൊരു പൈസ പോലും തരാതെ ഈസി ആയിട്ട് ഊരി പോവുകയും ചെയ്യും. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അത് വേണ്ട, അതിനേക്കാളും ഭേദം ഇത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ പൈസ കിട്ടി കഴിയുമ്പോൾ എന്നെ മറക്കരുത്. പിന്നെ ഇതിന്റെ പേര് ഞാൻ കേസ് കൊടുക്കേണ്ട അവസ്ഥ വരല്ലേ. അങ്ങനെയൊന്നുമില്ല, വക്കീലിന്റെ പൈസയൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ സംസാരിച്ചിട്ട് വക്കീൽ അങ്ങോട്ടേക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദുവിനെ CI തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. CI പറഞ്ഞു, അതെ, അനിയെ കോടതി കൊണ്ടുവരാൻ സമയമായി, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല. DYSPയുടെ ഒരു മിന്നൽ പരിശോധനയുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ വേണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ശരി ആയിക്കോട്ടെ സാർ. പിന്നെ ആ ASIയും കൂടെ വിളിച്ചു. അതെന്തിനാ സാർ ASI? ഞാൻ മാത്രം മതിയല്ലോ. അവനത്ര ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നുമല്ല, അവനങ്ങനെ ഓടിപ്പോവാനൊന്നും പോകുന്നില്ല. അതല്ല നന്ദു, ഒരു ആണിനെയല്ലേ കൊണ്ടുപോകുന്നേ, അതുകൊണ്ട് അപ്പൊ ഒരു ASIയും കൂടെ കൂടെയുള്ള നല്ലതാ, ഒരാണും കൂടെ കൂടെയുള്ള നല്ലതാ. നല്ല കാര്യമേ എന്റെ സാറേ. ഈ പറയുന്ന ആണുങ്ങളൊക്കെ എത്രമാത്രമാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഗുണ്ട വന്ന് അവരുടെ നേരെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തല കുടിച്ച് നിൽക്കുന്ന ഇവിടുത്തെ പോലീസുകാര്. അത് സാറിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? അത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ നന്ദു. അതുകൊണ്ടാണല്ലോ എനിക്ക് നന്ദുവിനോട് ആരാധന തോന്നിയത്. അത് കേട്ടപ്പോ നന്ദുവിന് ദേഷ്യം വന്നു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, നന്ദു ആള് മിടിക്കാന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഇവിടെ എന്താണെങ്കിലും അയാളും കൂടെ വന്നോട്ടെ. അത് കേട്ടപ്പോ നന്ദുവിന് ദേഷ്യമായി. പക്ഷെ CI പറഞ്ഞിട്ടുണ്ട്, പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നന്ദു കൂടുതലൊന്നും പറയാൻ പോയില്ല. നന്ദു പറഞ്ഞു, ശരി സാറെന്ന് പറഞ്ഞു. അയാളുടെ ഉദ്ദേശം അതല്ല. പോകുന്ന വഴിക്ക് ഇനിയിപ്പോ അനിയും നന്ദുവും കൂടെ സംസാരിച്ചാലോ, അപ്പൊ ASIയും കൂടെ ഉണ്ടെങ്കിൽ അയാള് കാര്യങ്ങളൊക്കെ വന്ന് പറയൂലോ. ആ ഒരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നേ. അയാൾക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അയാളും കൂടെ പോയനും. അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം നന്ദു അനിയുടെ അടുത്തേക്ക് വന്നു. നന്ദു അനിയോട് ചോദിച്ചു, അനി എങ്ങനെയുണ്ടായിരുന്നു? നിനക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയോ? അതെ, എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അധികം ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഉറങ്ങാതിരുന്ന എന്താണെന്നറിയാവോ, ഞാൻ നിന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലായിരുന്നു. എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയാവോ? നമ്മുടെ കല്യാണം കഴിഞ്ഞതും ആദ്യ രാത്രി, അങ്ങനെ ഓർത്തോർത്തിരുന്ന് സമയം പോയതുപോലും അറിഞ്ഞില്ല. അത് കേട്ടപ്പം നന്ദു പറഞ്ഞു, നിനക്ക് എന്താടാ, ഇവിടെ മനുഷ്യനാ തീ തിന്നിരിക്കുക. നിന്റെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ എങ്ങനെ നിന്നെ പുറത്തിറക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ നിന്റെ ഈ പറച്ചിലൊക്കെ. അത് പിന്നെ നന്ദു, ഞാൻ ഇവിടെ കിടന്നോർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ? ഒരു കുഴപ്പമില്ലേ? നീ എങ്ങാനും ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിലേ മരണവീടാവും അനന്തപുരി. അത് നിനക്കറിയാവോ? നീ ജയിലിലേക്ക് പോയാൽ പിന്നെ എനിക്ക് സമാധാനം ആവൂടാ. നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് നിന്നെ ജയിലിലേക്ക് കൊണ്ടുവന്ന കാഴ്ച കണ്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അനു പറഞ്ഞു, നിനക്ക് സന്തോഷാവൂലേ? പിന്നെ ഒരെണ്ണങ്ങ് വെച്ച് തന്നോണ്ടല്ലോ സന്തോഷാവും പോലും. ഞാൻ ഓർക്കുക, ഈ ജോലി പോലും അങ്ങോട്ട് രാജിവെച്ച് ഇറങ്ങിയാലോന്ന്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജോലി കളയാനാ? നല്ല കാര്യേ. അതൊക്കെ പിന്നെ നിന്റെ ഇഷ്ടം. ജോലി കളയുവാണെങ്കിലേ ഞാൻ ജോലി തന്നോളാം. കാരണം 3 ബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. അപ്പൊ അതിൽ ഏതേലും ഒന്ന് നിന്നെ ഞാൻ ഏൽപ്പിക്കാം. നീ അവിടെ നല്ല ഭംഗിക്ക് നോക്കൂന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടി വേണ്ട. എടാ, നീ ഇങ്ങനൊന്നും പറയരുത്. നിന്റെ വീട്ടുകാര്, നിന്റെ വെല്ലുമ്മ നിനക്ക് വേണ്ടിയിട്ട് എത്ര കോടിയോ ഓഫർ ചെയ്തിരിക്കുന്ന അറിയാവോ? ആർക്ക്? ആ അനാമികയ്ക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് കോംപ്രമൈസ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ 10 കോടി ഓഫർ ചെയ്തിട്ട് അവര് ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. നീ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. അവരത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ട് നിനക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നു. അപ്പോഴേക്കും അനി പറഞ്ഞു, ഒരു പൈസ പോലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇപ്പൊ പൈസ മേടിച്ച് അവര് സൂഹിക്കണ്ട. എനിക്കറിയാം പണത്തിന് വേണ്ടിയിട്ടാ അവര് ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നേ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതൊക്കെ നിനക്ക് പറയാം, പക്ഷെ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അവർക്ക് പണം പോയാലും കുഴപ്പമില്ല, അവർക്ക് അവരുടെ കൊച്ചുമോനെ പുറത്തിറക്കിയാൽ മതി. എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കാനാ ശ്രമിക്കുന്നേ. നീ എങ്ങാനും അകത്തു പോയാൽ പിന്നെ അവർക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവിടെ കഴിയാൻ പറ്റുമോ? അവര് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാ. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? അപ്പോഴേക്കും അനി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. അവളുടെ കർണത്തടിച്ചതിന്റെ പേരില അവള് ഇത്രയൊക്കെ വലിയ പ്രകമനം ഉണ്ടാക്കിയിരിക്കുന്നേ. ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, കാണിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവല്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് തീർന്നോട്ടെ. പിന്നീട് അനിയെ ഇറക്കിക്കൊണ്ട് പുറത്തേക്ക് വരുവാണ്. അതിനുശേഷം CI ASI സക്രിയ അങ്ങോട്ട് വിളിപ്പിച്ചു.
സക്കറെ വന്നു. എന്താ സാർ, എന്താ കാര്യം? അതെ, ആ നന്ദു അനിയൻ കൊണ്ട് പോകുന്നുണ്ട്, ആ കൂടെ താനും കൂടെ ചെല്ലണം. അവരെ കണ്ണെറിയുന്നുണ്ടോ എന്ന് നോക്കണം. കണ്ണെറിയുന്നുണ്ടോ നോക്കാനോ? അല്ല, ആ അനിയയുടെ സ്വഭാവം അത്ര ശരിയല്ല എന്റെ സാറേ. രണ്ടുപേരെയും കൂടെ വിട്ടിട്ടുണ്ടെങ്കിലേ ഉറപ്പായിട്ടും അത് സംഭവിക്കും. എനിക്കറിയാവുന്ന കാര്യല്ലേ. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തില. ഒന്ന് പോടോ അവിടുന്ന്. അങ്ങനൊന്നുമില്ല. ആ എനിക്ക് അവളോട് ഇഷ്ടമുണ്ട്, പക്ഷെ നന്ദുവിന് അങ്ങനെയൊന്നുമില്ല. സാറേ, സാറിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അത് കേട്ടപ്പം സി ഐ പറഞ്ഞു, താൻ തന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്താൽ മതി. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടോ എന്നൊക്കെ മാത്രം നോക്കിയാൽ മതി. അറിയാലോ സാറേ, ഇതൊക്കെ പറയും, പക്ഷെ അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറും കൂടെ പോകുന്നതായിരുന്നു നല്ലത്. സാറ് പോവാതിരുന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടോ, എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ പോകുന്നത്? അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു, ഇതിനു മുമ്പും ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ സാറ് ഇന്നലെ നന്ദു മാഡത്തിന് ഡ്യൂട്ടി ഇട്ടായിരുന്നെങ്കിലേ നന്ദു മാഡം മിക്കവാറും ആ ലോക്കപ്പിന് മുമ്പിൽ പോയി ഇരുന്നേനും. ഒരു പാറാവുകാരനെ പോലെ ഇരുന്നേനും അനിയെ കണ്ടോണ്ട്. അതൊക്കെ സാറിന് എന്താ മനസ്സിലാവാത്തെ? അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ സി ഐക്ക് ദേഷ്യം വന്നു. സി ഐ പറഞ്ഞു, താനൊന്ന് പൊക്കി അവിടുന്ന്, തന്നോട് പറയുന്ന ജോലി പോയി ചെയ്താൽ മതി. അങ്ങനെ എസ് ഐ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സി ഐ ഓർത്തു, എന്താ ചെയ്യണ്ടേ? താനും കൂടെ പോകണ്ട. പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ അതും വലിയ കുഴപ്പമാവും. പോവാതിരിക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് അറിയത്തില്ല. പോകുന്ന വഴിക്ക് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവോ, അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടാകുമോ, അതൊക്കെ ഓർത്തിട്ട് സി ഐയുടെ ഉള്ള സമാധാനം കൂടെ പോയി. ഇതേ സമയം ദേവയാനിയെ വേണു വിളിക്കുകയാണ്. വേണു വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് അനാമികയും ഞാനും ഒന്നും കോടതിയിലേക്ക് പോകുന്നില്ലാത്തോണ്ട് അവന് ജാമ്യം കിട്ടും, അനാമിക ചെല്ലാത്തോണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ജാമ്യം കിട്ടി പുറത്തു വന്ന് കരുതിയിട്ട് കേസ് അങ്ങനെ തീരാനൊന്നും പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇനിയും കോടതി കേസ് വരണ സമയത്ത് ഉണ്ടല്ലോ, ഞങ്ങൾ അവനെ അങ്ങോട്ട് പൂട്ടും. അവൻ പിന്നെ ജയിലിലാകും. അത് നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരും. അനാമി അതേസമയം ദേവേന് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇപ്പൊ അനാമിക മോൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. പക്ഷെ ഞാനും രേവതിയൊക്കെ പറഞ്ഞ് മാക്സിമം അവളുടെ മനസ്സ് മാറ്റിയിരിക്കുക. അവൻ ജയിലിൽ പോയി കിടക്കുന്ന കാണാനായിരുന്നു അവൾക്ക് താല്പര്യം. നിങ്ങൾ ഇവിടെ വന്ന് കയ്യേക്കാലെ പിടിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിന് സമ്മതിച്ചേ, അറിയാലോ. അതുകൊണ്ട് വേണ്ടതുപോലെ ചെയ്തോണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാ പണി കിട്ടാൻ പോകുന്നേ. അതും പറഞ്ഞിട്ട് വേണു കോളം കൂടെ കട്ട് ചെയ്തു. ദേവേനിക്ക് ഒരു സമാധാനമായി. മിക്കവാറും ഇന്ന് അനി ജാമ്യത്തിൽ ഇറങ്ങുമായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. കോള് കട്ട് ചെയ്തിട്ട് വേണു പറഞ്ഞു, അവരെ ഏകദേശം സംഭവിച്ച മട്ടില്ല കാര്യങ്ങളൊക്കെ, കുഴപ്പമില്ലാന്ന് തോന്നേ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അല്ല അവര് പൈസ തരൂലോ അല്ലേ? പൈസ തരാതൊന്നും ഇരിക്കില്ല, പൈസ തരും. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അതെ, അച്ഛന്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് ബാക്കി തുക എന്റെ അക്കൗണ്ടിലേക്ക് ഇടണം. അതെന്തിനാ മോളെ അങ്ങനെ? അത് എന്റെ അക്കൗണ്ടിൽ കിടന്നാ മതി മോളെ. 50-50 പോരെ? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ, എനിക്ക് കല്യാണം കഴിഞ്ഞ് നന്നായിട്ട് ഇനി ജീവിക്കണം. അപ്പോഴേക്കും വേട് പറഞ്ഞു, എന്റെ മോളെ, ആദ്യം നിന്റെ ഒന്ന് കല്യാണം കഴിഞ്ഞ ആ താലിമാല വല്ല ഇപ്പൊ നിന്റെ കഴുത്തേക്ക് കിടക്കുന്നുണ്ട്. അച്ഛാ, ഡിവോഴ്സ് ആയി കഴിയുമ്പം അത് തിരികെ കൊടുക്കണ്ടല്ലേ? തിരികെ കൊടുക്കാനാ? നല്ല കഥയെ, അതങ്ങനെ തിരികെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തിരികെ കൊടുക്കാതെ അത് തിരികെ കൊടുക്കാൻ നിനക്ക് അത്ര നിർബന്ധമുള്ള ഒരു കാര്യം ചെയ്യുക, അത് എനിക്കും കൂടെ അന്നേരം ഞാനത് വിറ്റ് പൈസ ആയിക്കോളാം. ഓഹോ, അങ്ങനെയാണല്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, എന്റെ അടുത്ത കല്യാണം കഴിയണ സമയത്തെ ഞാനേ ആ മാലയിലേക്ക് പുതിയ താലി ഇട്ടോളാം. ഈ താലി തന്നെ ഒരു പവന് അടുത്തെങ്ങാനും വരും. ഇത്രയും വലിയ താലിയൊക്കെ അതിന്റെ മൂല്യം അച്ഛനിപ്പോ അറിയാലോ. അപ്പോഴേക്കും വേണു പറഞ്ഞു, ഇതേ ഇങ്ങനെ അത്യാഗ്രഹം പാടില്ല മോളെ. അത്യാഗ്രഹമൊന്നും അല്ലത്, ഇതുള്ള കാര്യം തന്നെയാ. രേവതിക്ക് ഇഷ്ടപ്പെട്ടില്ല. രേവതി പറഞ്ഞു, നീ എന്തൊക്കെ അനാമിയെ പറയണേ? നിനക്ക് ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയെന്ന് ഓർത്തോണ്ട് നീ അച്ഛനും അമ്മേനെ തള്ളി പറയരുത്. ആര് തള്ളി പറഞ്ഞു? എന്നെ വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ. ഒരു കുറെ കടം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇതൊക്കെ വീട്ടേണ്ട ഗതികേടല്ലേ ഉണ്ടായിരിക്കുന്നേ. അതേസമയം വേണു പറഞ്ഞു, ഇനി ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും തൽക്കാലത്തേക്ക് പറയണ്ട. അനാമ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല, ഇന്ന് അവന് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനിനി കാല് വാരുവോ? പൈസ തരാതിരിക്കുവോ? എന്റെ മോളെ, അങ്ങനെയൊന്നും തരാതിരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന അനിയുടെ വെല്ലുമ്മയ്ക്ക് അനിയെ ഭയങ്കര ജീവനാണ്. ആദർശിനെ പോലെ തന്നെ സ്നേഹമാ. അനി ജയിലിൽ കിടക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് പൈസ തരും. കാരണം അങ്ങനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും ഇനി കോടതി കൂടുന്ന സമയത്തെ അവൻ പൈസ തന്നില്ല അവനെ നമുക്ക് അകത്താക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് അവൻ ഉറപ്പായിട്ടും പൈസ തരും. അത് കേട്ടപ്പോൾ അനാമിക മനസ്സിലോർത്തു, ചിലപ്പോൾ ശരിയായിരിക്കും. വെല്ലുമ്മയ്ക്ക് അവനെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് അവർ പൈസ തരാതിരിക്കില്ല. എന്നാലും എവിടെയോ തരാതിരുന്നാലോ എന്നൊരു ചിന്ത അനാമികയുടെ മനസ്സിലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പം ദേവേനിയും ജയനും കൂടെ സംസാരിക്കുകയാണ്. ദേവേനിക്ക് നല്ല ടെൻഷനുണ്ട്. ദേവേനി പറഞ്ഞു, ചേട്ടാ ഒരു പക്ഷെ പൈസ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവരുടെ വീട്ടുകാരും
കോടതിയിലേക്ക് പോയില്ലായിരിക്കും. അങ്ങനെ വന്നാല് ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ എനിക്ക്. ജാമ്യം കിട്ടൂടൂ. താനൊന്ന് ധൈര്യമായിട്ടിരിക്കുക. താൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? അതിനെക്കുറിച്ച് ഓർത്തിപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കുമാണ് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതെന്നെ ഒന്ന് വിളിച്ചറിയിക്കാനുള്ള മര്യാദ പോലും നിങ്ങൾക്കില്ലല്ലേ? പെട്ടെന്ന് രണ്ടുപേരും ഞെട്ടി എഴുന്നേറ്റു. അല്ല അത് പിന്നെ അച്ഛൻ തീർത്ഥാടനത്തിന് പോയേക്കല്ലേ, വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു, അല്ല അച്ഛൻ ഇത് എങ്ങനെ അറിഞ്ഞേ? അച്ഛനോട് ആരാ പറഞ്ഞേ? അകത്തൊന്ന് ജാനകിയും ജലജയും കൂടെ ഇറങ്ങി വന്നു. ജാനകി പറഞ്ഞു, ഞാനാ വിളിച്ചു പറഞ്ഞേ, എന്റെ മകനല്ലേ, അപ്പൊ അവനൊരു തട്ടുകേട് സംഭവിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നീ എന്താ ജയ എന്നോട് ഒരു വാക്ക് പോലും പറയാതിരുന്നേ? നിനക്കൊന്നും വിളിച്ചു പറയാൻ മേലായിരുന്നോ? ഇവിടെ ഇത്രയും വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ട്. അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനെ വെറുതെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. അല്ല എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? നിങ്ങള് വല്ല കോംപ്രമൈസിനും തയ്യാറായാൻ പോയോ? അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, കോംപ്രമൈസിന് തയ്യാറായിരുന്നു. അല്ല അവരെത്രയാ തുക ആവശ്യപ്പെട്ടെ? 10 കോടി. 10 കോടിയോ? അതിത്തിരി കുറഞ്ഞു പോയല്ലോ. ഞാനൊരു 50 കോടിയാ പ്രതീക്ഷിച്ചേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്താണേലും കുഴപ്പമില്ല. ഈ 10 കോടി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തുകയാ. അത് കൊടുത്തിട്ട് എന്റെ കൊച്ചുമോനെ ഇറക്കിക്കൊണ്ട് വരണം. എനിക്ക് അവനെ കണ്ടാൽ മതി. പൈസയൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുവരണം. എനിക്ക് അവൻ മാത്രം മതി. അവനിവിടെ ഇല്ലെങ്കിൽ അവൻ ജയിലിലേക്ക് പോയാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മൂർത്തി മുത്തശ്ശൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. അപ്പോഴേക്കും അവിടെ പുറത്തൊരു കാർ വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് ആദർശം നയനെ കൂടെ അനിയും കൂടെ ഇറങ്ങി വരുക. അനിക്ക് ജാമ്യം കിട്ടി. അനി അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് വരുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശനൊന്ന് നോക്കി. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. മുത്തശ്ശൻ 10 കോടി പോയിട്ട് 10 പൈസ കൊടുക്കാൻ പോലും പോകുന്നില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.